നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഒറ്റ ദിവസം മാത്രമേ ഇനി പരസ്യ പ്രചാരണത്തിനുള്ളൂ. നാളെയാണ് കൊട്ടിക്കലാശം. അതിനാൽ തന്നെ എല്ലാ മുന്നണികളും ഒരേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാന നിമിഷവും വോട്ട് ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് വോട്ട് വൈബ് എന്ന ഏജൻസി നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയുടെ ഫലങ്ങൾ ന്യൂസ് 18 അടുത്ത 1 മണിക്കൂർ ചർച്ച ചെയ്യാനും വിലയിരുത്തുവാനും പോകുന്നത്. നേരത്തെ 2 സർവേകളുടെ ഫലങ്ങൾ ഇതേ ഏജൻസി വോട്ട് വൈബ് നടത്തിയ 2 സർവേകളുടെ അത് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ആ സർവേ നടന്നതെങ്കിൽ പ്രചാരണം തുടങ്ങി ആദ്യ ഒരാഴ്ചയിലെ സർവേ ഫലങ്ങളാണ് പിന്നീട് പുറത്തുവിട്ടത്. അങ്ങനെ 2 സർവേ ഫലങ്ങൾ പുറത്തുവിട്ടു. ഇന്ന് മൂന്നാമത്തെയും അവസാനത്തെയുമായ സർവേ ഫലം പുറത്തുവിടാൻ പോവുകയാണ്. എങ്ങനെയാണ് കേരളം ചിന്തിക്കുന്നത്? ഏത് മുന്നണിക്ക് അനുകൂലമായാണ് കേരള ജനതയുടെ മനസ്സ്? ഇവിടെ ഒരു ഭരണ തുടർച്ചയായിരിക്കുമോ അതോ ഭരണമാറ്റമായിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങളുടെ മനസ്സ് വിലയിരുത്തിക്കൊണ്ടുള്ള ഇന്ന് ഉച്ചവരെയുള്ള ഡേറ്റ അനുസരിച്ചുള്ള കണക്കുകളാണ് വോട്ട് വൈബ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ സർവേ ഫലമാണ് പുറത്തുവിടാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞയാഴ്ചയാണ് വോട്ട് വൈബിന്റെ 2ാമത്തെ സർവേയുടെ കണക്കുകൾ പുറത്തു വന്നത്. അതിനും ഒരാഴ്ച മുമ്പായിരുന്നു ആദ്യ സർവേ ഫലം പുറത്തുവിട്ടത്. ആദ്യ സർവേയിൽ LDFന് നേരിയ ഒരു മേൽക്കൈയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2ാമത്തെ സർവേയിൽ അതിന്റെ വോട്ട് വിഹിതം ഒന്ന് കാണാം. 2ാമത്തെ സർവേ ഫലത്തിൽ അത് മാർച്ച് 28-ാം തീയതി വരെയുള്ള കണക്കായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം വരെയുള്ള കണക്കായിരുന്നു. മാർച്ച് 28 വരെയുള്ള കണക്കായിരുന്നു 2ാമത്തെ സർവേയിൽ വന്നത്. അതനുസരിച്ച് LDFന് 37.9% വോട്ട് വിഹിതവും UDFന് 39.7% ആയിരുന്നു. NDAക്ക് 15.3 എന്നതായിരുന്നു. ഇതെങ്ങനെയാണ് സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്തത് എന്ന് കൂടി നോക്കാം. അതായത് മാർച്ച് 28 വരെയുള്ള കണക്കനുസരിച്ച് വോട്ട് വൈബിന്റെ 2ാമത്തെ സർവേ അനുസരിച്ച് ഓരോ മുന്നണിക്കും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ഇങ്ങനെയായിരുന്നു. എത്ര മുതൽ എത്ര വരെ സീറ്റ് എന്നതിൽ UDFന് 67 മുതൽ 73 സീറ്റുകൾ വരെയായിരുന്നു വോട്ട് വൈബിന്റെ 2ാമത്തെ സർവേയിൽ പറഞ്ഞിരുന്നത്. അത് 1ാമത്തെ സർവേയിൽ നിന്ന് അല്പം വ്യത്യാസമായിരുന്നു. 1ാം സർവേയിൽ ഇതേ രീതിയിൽ LDFനായിരുന്നു സീറ്റിന്റെ കാര്യത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്നത്. LDFന് 64 മുതൽ 70 സീറ്റ് വരെയായിരുന്നു 2ാമത്തെ സർവേയിൽ പറഞ്ഞിരുന്നത്. NDAക്ക് ആകട്ടെ 1 മുതൽ 5 സീറ്റ് വരെ. 1ാം സർവേയിൽ NDAക്ക് പറഞ്ഞിരുന്നത് 1 മുതൽ 3 സീറ്റുകൾ വരെയായിരുന്നുവെങ്കിൽ 2ാമത്തെ സർവേയിൽ 1 മുതൽ 5 സീറ്റുകൾ വരെയായിരുന്നു. അവിടെ UDFന് നേരിയൊരു മേൽക്കൈ, തൂക്കുസഭയാണെങ്കിൽ കൂടി UDFന് ഒരു നേരിയ മേൽക്കൈ ഉണ്ടായിരുന്നു. 67 മുതൽ 73 സീറ്റ് വരെ. അത് ഓരോ മേഖല തിരിച്ച് വടക്കൻ കേരളം അവിടുത്തെ 48 സീറ്റുകൾ, മധ്യ കേരളത്തിലെ 53 സീറ്റുകൾ, ബാക്കി തെക്കൻ കേരളത്തിലെ സീറ്റുകൾ. ഈ രീതിയിലുള്ള കണക്കുകൾ കൂടി 2ാമത്തെ സർവേയിലും 1ാമത്തെ സർവേയിലും ഉണ്ടായിരുന്നു. അത് പ്രകാരം 2ാമത്തെ സർവേയിൽ വന്ന മേഖല തിരിച്ചുള്ള കണക്കുകൾ കൂടി ഉണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. വടക്കൻ കേരളത്തിൽ 48 സീറ്റുകൾ ഉള്ളത് അത് മലപ്പുറം ജില്ല വരെയാണ്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ 18-20 എന്നതായിരുന്നു LDFന്റെ ടാലിയിൽ ഉണ്ടായിരുന്നത്. UDFനാകട്ടെ 28 മുതൽ 30 മേൽക്കൈ UDFനായിരുന്നു വടക്കൻ കേരളത്തിൽ. NDAക്ക് ഒരു സീറ്റും പറഞ്ഞിരുന്നില്ല. അതേസമയം മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ അത് പാലക്കാട് മുതൽ കോട്ടയം വരെയുള്ള കണക്കാണ്. 23 മുതൽ 25 സീറ്റുകൾ വരെ LDFനും UDFന് 27 മുതൽ 29 സീറ്റുകൾ വരെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 0 മുതൽ 2 സീറ്റുകൾ വരെയായിരുന്നു. അത് പാലക്കാട്, തൃശൂർ സീറ്റുകളായിരുന്നു NDAക്ക് വേണ്ടി പറഞ്ഞിരുന്നത് വോട്ട് വൈബ്. അതേസമയം തെക്കൻ കേരളത്തിലെ 39 സീറ്റുകളിൽ അത് തെക്കൻ കേരളത്തിലെ 4 ജില്ലകളാണ്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ്. 23 മുതൽ 25 സീറ്റുകൾ വരെ LDFന്, 12 മുതൽ 14 സീറ്റുകൾ വരെ UDFന് എന്നതായിരുന്നു. 1 മുതൽ 3 വരെ NDAക്ക് എന്നതായിരുന്നു കണക്ക്. അവിടെ മേൽക്കൈ LDFനായിരുന്നു തെക്കൻ കേരളത്തിൽ. മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. വടക്കൻ കേരളത്തിൽ UDFനുമായിരുന്നു മേൽക്കൈ. ഇതാണ് 28-ാം തീയതി മുതൽ ഉള്ള വരെയുള്ള ഡേറ്റ അനുസരിച്ചുള്ള 2ാമത്തെ സർവേയിലെ കണക്കുകൾ. ഇനി എങ്ങനെയാണ് ഇത്തവണ ഇന്ന് വരെയുള്ള ഡേറ്റ അനുസരിച്ചുള്ള 3ാം സർവേയിൽ വരാൻ പോകുന്നത് എന്നതാണ് അറിയുവാൻ ഉള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യ 2 സർവേ ഫലങ്ങളും യോജിപ്പിച്ചുകൊണ്ടുള്ള കണക്ക് കൂടി നോക്കാം. ആദ്യ 2 സർവേയിൽ എങ്ങനെയായിരുന്നു സീറ്റ് നില പറഞ്ഞിരുന്നത് എന്നുകൂടി നോക്കാം. അതനുസരിച്ച് ആദ്യഘട്ട സർവേയിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ മാർച്ച് 21 വരെയുള്ള കണക്കായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരുന്നില്ല ആ സമയം. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരുന്നു. ആ സമയത്ത് 68 മുതൽ 74 സീറ്റുകൾ വരെയായിരുന്നു LDFന് നേരിയ ഒരു മേൽക്കൈ. UDFന് 64 മുതൽ 71 സീറ്റുകളും 1 മുതൽ 3 സീറ്റുകൾ വരെ NDAക്കും എന്നതായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം 2ാമത്തെ സർവേ ഫലം വന്ന സമയത്ത് 64 മുതൽ 70 സീറ്റുകൾ വരെ LDFനും UDFന് 67 മുതൽ
മുതൽ 73 സീറ്റുകൾ വരെ എന്നതുമായിരുന്നു. അതായത് മേൽക്കൈ അവിടെ UDF പോവുകയായിരുന്നു. NDA ക്കാകട്ടെ 1 മുതൽ 5 സീറ്റുകൾ. ഇതായിരുന്നു ആദ്യ 2 സർവേയും തമ്മിലുള്ള താരതമ്യം. രണ്ടിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയായിരുന്നു ജനമനസ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യ സർവേയിൽ LDF നേരിയൊരു മേൽക്കൈയും രണ്ടാമത്തെ സർവേയിൽ UDF നേരിയൊരു മേൽക്കൈയുമായിരുന്നു. ഇനി എങ്ങനെയാണ് ഇപ്പോൾ വരെയുള്ള കണക്കനുസരിച്ച്, ഇന്ന് ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് കേരള ജനത ചിന്തിക്കുന്നത് എന്നാണ്? എന്തെങ്കിലും മാറ്റം ഈ 2 സർവേയും തമ്മിൽ ഉണ്ടോ മൂന്നാമത്തെ സർവേയിൽ എന്നതാണ്. അതിൽ തന്നെ ഓരോരോ ചോദ്യമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 സർവേകളിലും വിവിധ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് ക്രോഡീകരിച്ചാണ് അവസാനം വോട്ട് വിഹിതത്തിലേക്കും സീറ്റുകളുടെ എണ്ണത്തിലേക്കും വന്നത്. ഇത്തവണയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ആദ്യത്തേത്. സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തിലെ ജനങ്ങൾ എന്നതായിരുന്നു. അതിനും പാരാമീറ്റർ വെച്ചിരുന്നത് വളരെ മികച്ചത് എന്നുള്ള കാര്യം. 32.9% വളരെ മികച്ചത് എന്ന റേറ്റിംഗ് കൊടുത്ത ആളുകൾ. മികച്ചത് എന്നതിന് 7.4% എന്നതായിരുന്നു. ശരാശരി 9.9% എന്നത്. മോശം 21.8%. വളരെ മോശം 21.5%. അഭിപ്രായമില്ല എന്ന് പറഞ്ഞത് 6.4%. ഓർക്കേണ്ട ഒരു കാര്യം, 1ഉം 2ഉം ഘട്ട സർവേയിൽ നിന്ന് വലിയ വ്യത്യാസം 3ആം ഘട്ട സർവേയിലും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇവിടെയും നേരിയൊരു മേൽക്കൈയുള്ളത് സർക്കാരിനെതിരെ നെഗറ്റീവ് റേറ്റിംഗ് ആണ് കുറച്ചെങ്കിലും അളവിൽ കൂടുതൽ വന്നിരിക്കുന്നത്. ഏകദേശം 43%-ഓളം നെഗറ്റീവ് റേറ്റിംഗ് വന്നിട്ടുണ്ട്. അതായത് മോശം, വളരെ മോശം, ഈ 2 ടാലികളും നോക്കുമ്പോൾ വളരെ മികച്ചത് എന്നത് 40%-ലേക്കും എത്തിയിട്ടുണ്ട്. കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, വിലയിരുത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം അത്ര മോശമല്ല എന്ന് കാണാവുന്നതാണല്ലോ, പക്ഷേ നെഗറ്റീവിനാണ് കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത്, അല്ലേ? മഞ്ജുഷ, അത് തന്നെയാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ 3 സർവേ എടുത്ത കാലയളവ്, ഈ കാലയളവിനിടയിൽ 1-2% വ്യത്യാസം വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസങ്ങൾ എവിടെയും വരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ഗതിയെ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അങ്ങനെയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന സ്ഥിതി മാറി പെട്ടെന്ന് ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ, ഒരു മുന്നണിക്കെതിരായ ഉള്ള ഒരു നിലപാടിലേക്ക് വരും. പക്ഷേ അത്തരം ഒരു വലിയ മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾക്ക് ചെറിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ചലനം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഇടതുമുന്നണി ഉന്നയിച്ചതായാലും UDF ഉന്നയിച്ചതായാലും അല്ലെങ്കിൽ BJP ഉന്നയിച്ചതായാലും ഈ തെരഞ്ഞെടുപ്പ് ഡീല്, BJP CPM ഡീലും BJP കോൺഗ്രസ് ഡീലും അടക്കം, ശബരിമല ഇഷ്യൂ അടക്കം പല പ്രധാനപ്പെട്ട വിഷയങ്ങളും, SDPI ബന്ധമൊക്കെ പല ആരോപണങ്ങൾ ഇതിനിടയിലെല്ലാം ഉയർന്നു വന്നു. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും അതൊന്നും തന്നെ കാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല. 1-2% മോളൊക്കെ 1-2% താഴേക്ക് വരുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ബാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി പറയാനുള്ളത്. ഇതിൽ ഏറ്റവും വളരെ മികച്ചതെന്ന് ഇപ്പോഴും 10 വർഷം ഭരണത്തെ വിലയിരുത്തുന്ന, കഴിഞ്ഞ ഒരു ഭരണത്തെ വിലയിരുത്താൻ 32.9% പേർ വളരെ മികച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് ഒരു കടുത്ത ആൻറ്റി ഇൻകംബൻസി സംസ്ഥാനത്താകെ നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ്. വളരെ മികച്ചതിനൊപ്പം നമുക്ക് ഈ മികച്ചത് കൂടി കൂട്ടേണ്ടതുണ്ട്. അത് 7.4%-ഓളം വരും. ഇനി മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 21.5% വളരെ മോശം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം 43%-ഓളമാണ് വരുന്നത്. 43%-ഓളമാണ് മോശവും വളരെ മോശവും കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ 40-41% വരുന്ന ആളുകൾ മികച്ചത്, വളരെ മികച്ചതെന്ന് പറയുന്നത്. ഈ ശരാശരി എന്ന് പറയുന്ന ആളുകളുടെ വോട്ട് ഇനി അത് ചിലപ്പോൾ സാധാരണഗതിയിൽ ശരാശരി എന്ന് പറയുന്ന ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു ലക്ഷണമായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതിൽ കൂടുതൽ ശതമാനം വോട്ട് ആൻറ്റി ഇൻകംബൻസിയായി കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ ഏകദേശം 50-50 എന്ന് തന്നെ പറയേണ്ടി വരും. ചെറിയൊരു മേൽക്കൈ ഉള്ളത്, അവിടെ ചെറിയ മേൽക്കൈ ഉള്ളത് മാത്രമാണ് ഈ മോശം എന്നതിലും. ചില ഉപഘടകങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഓരോ വിഭാഗത്തെ എടുക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് കൂടുതലും സർക്കാരിനോട് നല്ല അഭിപ്രായമുള്ളത്. അവിടെ ഏകദേശം 41.5%-വും 42%-വും വെരി ഗുഡ് എന്നുള്ള കാറ്റഗറിയിൽ, വളരെ മികച്ചത് എന്നുള്ള കാറ്റഗറിയിലാണ് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതാണ്. അതുതന്നെ ഈ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചന കൂടി നൽകുന്നതാണ്. അതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ മേൽക്കൈ ഇക്കാര്യത്തിൽ കിട്ടിയിരിക്കുന്നു എന്നാണ് സർവേയിലെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ വോട്ടർമാർക്കിടയിൽ കുറച്ച് പോസിറ്റിവിറ്റി കൂടുതലാണ് എന്നതാണ് സർക്കാരിനോടുള്ള വിലയിരുത്തലിൻ്റെ കാര്യത്തിൽ. കുറച്ച് പോസിറ്റീവായിട്ട് യങ്ങർ വോട്ടേഴ്സ്, അതായത് ചെറുപ്പക്കാരായ വോട്ടർമാർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം 25 മുതൽ 24 വരെ ഏജ് ലിമിറ്റുള്ള ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ സർക്കാരിനോടുള്ള അവരുടെ വിലയിരുത്തൽ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. മോശം അല്ലെങ്കിൽ വളരെ മോശം എന്നതിനാണ് കൂടുതൽ മാർക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ശ്രീ MS വേണുഗോപാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെ കാണുന്നു സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഈ വിലയിരുത്തലിനെ?
ഇതേതാണ്ട് കേരളം ഒട്ടാകെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ്. കാരണം ആന്റി ഇൻകംബൻസി ഏതാണ്ട് 50-50 ബാധിച്ചിട്ടുണ്ട് സർക്കാരിനെ എന്നുള്ളതാണ് സത്യം. എന്നാൽ ചില കാര്യങ്ങളിൽ റോഡ് അതുപോലെ തന്നെ ചില ഡെവലപ്മെന്റുകൾ നടത്തിയതിന് സർക്കാരിനെ അഭിനന്ദിക്കുന്നവരും ഉണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ജീവിത നിലവാരം ഉയർത്തുന്നതിന്, റൈസ് പിടിച്ചു നിർത്തുന്നതിന്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന് ഒക്കെ സർക്കാരിന് അധികം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതിനകത്ത് ആ ഘടകങ്ങൾ കൂടി അടുത്ത ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഏത് വിഷയമാണ് കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ 2 സർവേകളിലും വലിയ മാറ്റം ഉണ്ടാകാത്ത ഒരു ചോദ്യം തന്നെയാണത്. ആരാകണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ഇതിന് വോട്ട് വൈബ് സർവേയിൽ പങ്കെടുത്ത ആളുകൾ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ഇങ്ങനെയാണ്. പിണറായി വിജയൻ 31.3%. കഴിഞ്ഞ തവണയും ഏതാണ്ട് ഇതേ രീതിയിലുള്ള റേറ്റിംഗ് ആയിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. രണ്ടാമത് VD സതീശൻ 29.5%. രാജീവ് ചന്ദ്രശേഖർ 13.5%. മറ്റുള്ളവർ 24.1%. മറ്റുള്ളവർ എന്ന ഗണത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടും, ശശി തരൂർ ഉൾപ്പെടുന്നു, KC വേണുഗോപാൽ ഉൾപ്പെടുന്നു, MA ബേബി ഉൾപ്പെടുന്നു, KK ശൈലജ ഉൾപ്പെടുന്നു. ഇങ്ങനെയുള്ള നേതാക്കളാണ് അതിൽ വരുന്നത്. പക്ഷേ ഇവിടെ റേറ്റിംഗ് അനുസരിച്ച് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് 1ാം ഘട്ട സർവേയിലും 2ാം ഘട്ട സർവേയിലും 3ാം ഘട്ട സർവേയിലും ജനങ്ങളുടെ റേറ്റിംഗ്, ജനങ്ങളുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് പിണറായി വിജയൻ 31.3%. മുന്നിൽ VD സതീശൻ തൊട്ട് പിന്നിൽ തന്നെയുണ്ട് എന്നതാണ് 29.5% എന്ന കണക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റേറ്റിംഗ് മുഴുവൻ നോക്കുമ്പോൾ മറ്റുള്ളവർ 24.1 എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ റേറ്റിംഗ് ആണ് കൂടുതൽ. ആകെ റേറ്റിംഗ് എടുക്കുമ്പോൾ ജനങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ റേറ്റിംഗ് ഉണ്ട് CPM നേതാക്കളെക്കാൾ. കാരണം പിണറായി വിജയനുള്ള ഈ വലിയ വിലയിരുത്തൽ, അനുകൂലമായ വിലയിരുത്തൽ മറ്റു നേതാക്കളുടെ കാര്യത്തിലില്ല. അപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ആകെ എടുക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വരട്ടെ എന്ന കാര്യത്തിലാണ് ജനങ്ങൾ കൂടുതലായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കിരൺ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ. കഴിഞ്ഞ സർവേയിലും ഇങ്ങനെയായിരുന്നു. മഞ്ജുഷ, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. ഈ മുഖ്യമന്ത്രിമാരെ റേറ്റ് ചെയ്യുന്നതും സർക്കാരിനെ റേറ്റ് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതുമായി എപ്പോഴും ആ തരത്തിൽ ബന്ധം ഉണ്ടാവണമെന്നില്ല. പ്രധാനപ്പെട്ട പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ 2025 ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ജനപ്രിയനായ ആൾ കെജ്രിവാളായിരുന്നു. കെജ്രിവാളിൻ്റെ തൊട്ടടുത്ത് നിൽക്കാൻ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വസുന്ധര രാജയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ മേൽക്കൈ, ആ മേൽക്കൈ മറ്റാർക്കും ആ തരത്തിലേക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നില്ല. കാരണം ഈ വ്യക്തികളോട് നേരിട്ട് നിന്നാൽ, അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ നിന്ന് കഴിഞ്ഞാൽ എതിരാളിയായി വരുന്നത് VD സതീശനാണ്, പ്രധാന എതിരാളി. ആ VD സതീശൻ പക്ഷേ അവിടെയൊക്കെ ഇവർക്കുണ്ടായിരുന്ന വലിയ മേൽക്കൈ ഉണ്ടായിരിക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ ആ മുഖ്യമന്ത്രിമാരുടെ പാർട്ടി പരാജയപ്പെട്ടു എന്ന് ആലോചിക്കണം. ഡൽഹി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിൻ്റെ തൊട്ടടുത്ത് പോലും പകുതി ശതമാനം പോലും ഒരു പിന്തുണ നൽകാൻ മറ്റേ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട ആളുകളെ ചൂണ്ടിക്കാണിച്ചിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം നേരെ തിരിച്ചാണ് വന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു മികവ് കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പിനെ ആകെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറയാനാവില്ല. UDF സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ ഘടകം എന്ന് പറയുന്നത് 31.3% പിണറായി വിജയൻ ഉണ്ടെങ്കിൽ 29.5% കാര്യമായ വ്യത്യാസമില്ല. പിണറായി വിജയനായാലും അല്ലെങ്കിൽ VD സതീശനായാലും അങ്ങനെ കാര്യമായ കുഴപ്പം വരുന്നില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, പിണറായി വിജയന്റെ പിന്തുണയും നേരത്തെ ഈ പാർട്ടിയുടെ പിന്തുണകളൊക്കെ പോലെ തന്നെയാണ്. SC/ST വിഭാഗത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ പിണറായി വിജയന് പിന്തുണയുള്ളത്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഇപ്പോഴും പിണറായി വിജയന്റെ പിന്തുണ നിലനിൽക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലും അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിനിടയിലുമാണ് പിണറായി വിജയനേക്കാൾ പിന്തുണ മറ്റ് VD സതീശനായാലും പോകുന്നത്. പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരന് ഈ കിട്ടുന്ന ഈ 13.5% എന്ന് പറയുന്നതിന്റെ മെജോറിറ്റി വരുന്നത് അത് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിന്റെ ഇടയിൽ നിന്ന് തന്നെയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശരിയാണ്. അതായത് 29.2% അപ്പർ ക്ലാസ് ഹിന്ദുസിന്റെ ഇടയിൽ, ഹിന്ദുക്കൾക്കിടയിലെ ഉയർന്ന വിഭാഗം, അവരുടെ വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് കൂടുതലായി കിട്ടിയിരിക്കുന്നത്. അത് തന്നെ 29.2%. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ഈ റേറ്റിംഗിനെ എങ്ങനെ കാണുന്നു? സ്വാഭാവികമായിട്ടും ആരാണോ ഭരണത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് സാധാരണയായി സർവേകളിൽ ഉയർന്ന റേറ്റിംഗ് കിട്ടാറുള്ളതാണ്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു, നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ. പക്ഷേ ഒടുവിൽ ആകെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഭരണത്തിൽ നിന്ന് പോകേണ്ടതായും വന്നിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിലവിലെ മുഖ്യമന്ത്രിയുടെ ഭരണ രീതികൾ മാത്രമേ ജനങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെയോ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളുടെയോ പെർഫോമൻസ് അവർ കണ്ടിട്ടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇരിക്കുന്ന ആളിനൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു മുൻകൈ കൊടുക്കാറുണ്ട്.
അത് ജനറലി വരുന്ന ഒരു പ്രതിഭാസമാണ്. അതിൽ കവിഞ്ഞ് പ്രത്യേകതയൊന്നും അതിനകത്ത് കാണേണ്ടതില്ല. മറ്റൊന്ന്, കൂടുതൽ തവണ ജനങ്ങളുടെ മുമ്പാകെ എത്തുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലെ മുഖ്യമന്ത്രിക്ക് എപ്പോഴും ഒരു മുൻകൈ നേരത്തെ കിരൺ പറഞ്ഞതുപോലെ കിട്ടാറുണ്ട്. അതൊരിക്കലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിജയത്തിന് ഒരു വലിയ ഘടകമായിട്ട് വരാറില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം ദേശീയ തലത്തിലൊക്കെ വരുമ്പോൾ മാത്രം അങ്ങനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. മോദിയുടെ പ്രഭാവം വെച്ചുകൊണ്ട് പലപ്പോഴും ബി.ജെ.പിക്ക് ഒരു ഹൈ റേറ്റിംഗ് അല്ലെങ്കിൽ സീറ്റ് ഒക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റുകളിൽ പലപ്പോഴും നിലവിലെ മുഖ്യമന്ത്രിക്കാണ് പ്രധാനമായും വോട്ട് കൂടുതൽ ജനങ്ങളിൽ നിന്ന് കിട്ടാറ്. പക്ഷെ അതൊരിക്കലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു വ്യക്തിഗത പെർഫോമൻസ് ആയിട്ടോ അല്ലെങ്കിൽ വ്യക്തിഗത പ്രതിച്ഛായ ജനങ്ങളിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഉള്ള ഒരു പ്രതിച്ഛായ കൂടി ചേർത്താണ് ജനങ്ങൾ പലപ്പോഴും ഇതിനെ റീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ സർവേയിൽ, രണ്ടാം ഘട്ട സർവേയിലും ഇതിൽ നിന്ന് നേരിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. പിണറായി വിജയന്റെ കാര്യത്തിൽ 0.2 കുറവ് വന്നിട്ടുണ്ട് ഈ സർവേയിൽ. അതേസമയം വി.ഡി. സതീശന്റെ കാര്യത്തിൽ ഒരു 0.2% കൂടുതലും വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലും 1% കൂടുതൽ ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായി ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം 3 സർവേയിലും ഏകദേശം ഒരേ റേറ്റിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റേറ്റിംഗിന് ഏതാണ്ട് അടുത്ത് വി.ഡി. സതീശന്റെ വരുന്നു. അത് കഴിഞ്ഞാൽ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയോ മറ്റ് നേതാക്കളോ അല്ല വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. ശരിയാണ്. പക്ഷേ ആകെ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വരട്ടെ എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ പിന്തുണ കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. അത് ഈ സർവേയിലും കഴിഞ്ഞ സർവേയിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പ്രതിഫലിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇക്കാര്യത്തിലുണ്ട്. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, അടുത്ത ചോദ്യം ഇതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. അതിൽ വിലക്കയറ്റം 17% എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ സർവേയിലും ഏകദേശം ഇത്ര തന്നെയായിരുന്നു. വിലക്കയറ്റം 17%, തൊഴിലില്ലായ്മ 16.2%, അഴിമതി 12.9%, മദ്യവും ലഹരിയും 11.2%, ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും 9.2%. ഈ ഒരു കണക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സർവേയിലും ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരുന്നു. മറ്റ് ഘടകങ്ങൾ കൂടി നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം 6.1% ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകും എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള 5%. കഴിഞ്ഞ സർവേയിലെ പോലെ തന്നെ വളരെ കുറവാണ്. 5% ആളുകൾ മാത്രമേ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ വിലയിരുത്തൽ നടത്തുന്നുള്ളൂ. വികസനമില്ലായ്മ 4.2%, മറ്റ് വിഷയങ്ങൾ 5.3%, അഭിപ്രായമില്ല 13%. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വിലക്കയറ്റമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തൊഴിലില്ലായ്മ 16.2%. ഈ 2 ഘടകങ്ങൾക്കാണ് മുൻതൂക്കം. കിരൺ, എങ്ങനെ കാണുന്നു ഇതിനെ? തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ മാറി മറിഞ്ഞിട്ടില്ല എന്ന് തന്നെ കാണേണ്ടതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ. അതെ, ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വിലക്കയറ്റം തന്നെയാണെന്നാണ്. ആ വിലക്കയറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമോ, വടക്ക് തെക്ക് മധ്യ കേരളം അങ്ങനെ സ്ഥലമോ ജില്ലയോ ഒന്നും തിരിയുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെ പറയുന്നത് വിലക്കയറ്റം എന്ന് പറയുന്നതിന് അതിന് എവിടെയെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്തില്ല. അതേസമയം തൊഴിലില്ലായ്മയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അത് ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. തൊഴിൽ ഏറ്റവും അനിവാര്യമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെയാണ്. അത് 18 മുതൽ 24 വയസ്സ് വരെയുള്ളതിനകത്ത് 20.5%, അതോടൊപ്പം തന്നെ 25 മുതൽ 34 വരെ നിൽക്കുന്നവർക്കും 20%. ഈ ഏകദേശം ഒരു 18 മുതൽ 35 വയസ്സ് വരെ നിൽക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഈ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നമായി കാണുന്നത്. അതേസമയം അഴിമതിയുടെ വിഷയം വരുമ്പോൾ ചെറുപ്പക്കാർ അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ അങ്ങനെ ഒരു വലിയ അഴിമതി നടക്കുന്നുണ്ട്, ആ തരത്തിലേക്കുള്ളൊരു വിലയിരുത്തൽ അവർക്കില്ല. പക്ഷേ അഴിമതിയെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത്, അഴിമതി നടക്കുന്നു എന്നൊരു കൺസേൺ ആയിരിക്കുന്നത് പ്രധാനമായും 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. സ്വാഭാവികമായി എപ്പോഴും അങ്ങനെയാണ്. ചെറുപ്പക്കാർ അവർക്ക് കാര്യം നടക്കണം എന്നതിനപ്പുറത്തേക്ക് ഈ കാര്യം നടക്കുമ്പോൾ അതിന് പിന്നിൽ അഴിമതി ഉണ്ടോ അത്തരം കാര്യങ്ങൾ പൊതുവെ കുറച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സർവേയിൽ വന്നിരിക്കുന്നത്. പക്ഷേ 50 വയസ്സിന് മേൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ് ഏറ്റവും കൂടുതൽ ഈ അഴിമതിയെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 50 വയസ്സിന് മേളിലുള്ള ആളുകളും അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. അത് ഈ തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൊഴിലില്ലായ്മയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് SC
SC വിഭാഗത്തെയാണ്. നേരത്തെ SC വിഭാഗത്തിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പിണറായി വിജയനെ പിന്തുണ നൽകിയതും LDFിൻ്റെ ഭരണം മെച്ചപ്പെട്ടതാണെന്ന് പറയുമ്പോഴും, പക്ഷേ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും കുറവ് അവസരം ഇപ്പോഴും കേരളത്തിലെ SC വിഭാഗത്തിനാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനാണ് എന്ന് കൂടി തെളിയിക്കുന്നതാണ്. ആ വിഭാഗത്തിൽ നിന്നാണ് തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായി കാണുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രമസമാധാന പ്രശ്നം, ക്രമസമാധാന പ്രശ്നവും പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ തരത്തിൽ നീതി ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളതും ഈ പറയുന്ന SC വിഭാഗത്തിൽ നിന്നാണ്. അതാണ് ഒരു വലിയൊരു കോൺട്രഡിക്ഷനായി നിൽക്കുന്നത്. ഭരണം ആകെ ഈ ഭരണത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് SC വിഭാഗം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെ വലിയ തോതിൽ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ സമൂഹത്തിൽ നേരിടുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടൽ, ഈ വിഷയത്തിലൊക്കെ SC വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത കൺസേൺ ഉണ്ട്. മറ്റെല്ലാ വിഭാഗത്തിന്റെ കൺസേണേക്കാൾ കൂടുതലാണ് ഈ വിഭാഗത്തിന്റെ കൺസേൺ. പക്ഷേ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയമായിട്ട് ജനങ്ങൾ കാണുന്നില്ല എന്നതാണ്. അത് കഴിഞ്ഞ 2 സർവേകളിലും അങ്ങനെയായിരുന്നു, ഇത്തവണയും അങ്ങനെ തന്നെയാണ്. 5% മാത്രമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വിഷയമായിട്ട് കാണുന്നത്. അടുത്ത ചോദ്യവും ഏതാണ്ട് ഇതുമായി താരതമ്യപ്പെടുത്തിയുള്ളത് തന്നെയായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കേരളത്തിൽ വർഗീയ ധ്രുവീകരണം കൂടിയോ അതോ കുറഞ്ഞോ എന്നുള്ള ചോദ്യമായിരുന്നു. കൂടി എന്ന് അഭിപ്രായപ്പെട്ടവർ 49.3%. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. 49.3% ആളുകളും വിശ്വസിക്കുന്നു മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വർഗീയ ധ്രുവീകരണം കൂടിയിട്ടുണ്ട് കേരളത്തിൽ എന്നാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കാണുന്ന ഈ വർഗീയ ധ്രുവീകരണ പരാമർശങ്ങൾ അത് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്, ജനങ്ങളത് ആശങ്കയോടുകൂടി കാണുന്നു എന്നത് തന്നെയാണ്. അതേസമയം കുറഞ്ഞിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവർ 17.8%. മാറ്റമില്ല എന്ന് 14.9% ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതിൽ തന്നെ അത് ചിലപ്പോൾ നേരത്തെ വർഗീയ ധ്രുവീകരണം കൂടുതലായിരുന്നു, അത് തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലെങ്കിൽ നേരത്തെ ധ്രുവീകരണം അത്ര കണ്ടില്ലായിരുന്നു, അത് തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നവരാണ് 14.9%. അഭിപ്രായമില്ലാത്തത് 18% ആളുകൾക്കാണ്. അതിൽ വർഗീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ട്, മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണുന്നു. ഇത് പറയുന്നവർ 49.3%. കിരൺ, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് ഘടകങ്ങൾ ഉണ്ടോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ജനങ്ങൾ വിലയിരുത്തുന്നത്? ഇതിൽ അങ്ങനെ മറ്റ് കാര്യമായ ഘടകങ്ങൾ പറയാൻ കഴിയില്ല. ഇതിനകത്ത് പറയുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദുസ്, അങ്ങനെ ആ ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളാണ് കൂടുതൽ. അതും അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിൽപ്പെടും. അപ്പോൾ അങ്ങനെ OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെയാണ് ഈ വർഗീയ ധ്രുവീകരണം കൂടുതലായി ഉണ്ട് എന്ന് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത്. പ്രധാനമായും മറ്റു വിഭാഗങ്ങളുമെല്ലാം അത് ഇപ്പോൾ റൂറൽ മേഖലയിലേക്ക് വന്നാലും അർബൻ മേഖലയിലേക്ക്, നഗരമേഖലയെന്നോ അല്ലെങ്കിൽ ഗ്രാമമേഖലയെന്നോ വ്യത്യാസമില്ലാതെ അത് 49-50 എന്നൊക്കെ പറയുന്നത് അത് ഏകദേശം അടുത്ത് നിൽക്കുന്നത് തന്നെയാണ്. ഈ വർഗീയ ധ്രുവീകരണം ഉണ്ട് എന്നത് കേരളത്തിലെ ഒരു 50%-എങ്കിലും ആളുകൾ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മതേതര കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിന് മാറി ജാതീയമായിട്ടുള്ള മതപരമായ ചിന്താഗതി കൂടുതൽ ഈ കേരളത്തിൻ്റെ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, അത് എല്ലാ വിഭാഗത്തിലും കൂടുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശരി, ശ്രീ MS വേണുഗോപാൽ, ഇത് ജനങ്ങൾ ശ്രദ്ധയോടുകൂടി കാണുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഏത് മുന്നണിയാണ് ഇങ്ങനെ വർഗീയ ധ്രുവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുകൂടി കണ്ടുകൊണ്ട് അവരുടെ വിലയിരുത്തൽ വരുമല്ലോ തെരഞ്ഞെടുപ്പിൽ? വളരെ കൃത്യമായി വരും. അതില് ഞാനിപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പർ ക്ലാസിനും അതുപോലെ തന്നെ OBC വിഭാഗത്തിനും കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിൽ വിഷമമുണ്ടെങ്കിൽ അതിന്റെ ദോഷം വരാൻ പോകുന്ന LDF-നാണ്. കാരണം ഈ വിഭാഗങ്ങളാണ് LDF-നെ കൂടുതൽ മുൻകാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തത്. LDF-നെ പൊതുവെ വർഗീയതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായും അത്തരത്തിലൊരു ശക്തിയുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ എക്കാലവും കണ്ടിരുന്നത്. അതിന് വ്യത്യസ്തമായി ചിലത് വന്നതുകൊണ്ടാണ് ഈ അപ്പർ കാസ്റ്റും അതുപോലെ തന്നെ OBC-യും LDF-ന്റെ ശക്തിയായി നിന്നവർ തന്നെ ഇപ്പോൾ വർഗീയ ധ്രുവീകരണം വലിയ തോതിൽ വരുന്നു, അത് ആപത്താണ് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് അവർ ഇത്രയും 49% എന്ന് പറയുമ്പോൾ പലരും ഇത് പറയാൻ മടിച്ചിട്ടുണ്ടാവും. ഇതിലും വലിയ ശതമാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് LDF വളരെ സൂക്ഷിച്ച് ഭാവിയിലെങ്കിലും അവരുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. ശരി, ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വർഗീയ ധ്രുവീകരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടി എന്ന അഭിപ്രായം പറയുന്നവരാണ് 49.3% ആളുകളും എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത ചോദ്യം കോൺഗ്രസിനെ നേരിട്ട് ബാധിക്കുന്ന, UDF-നെ നേരിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു.
ഒന്നിലേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ളത് കോൺഗ്രസിന്റെ പ്രകടനത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റെ എന്ന് പറയുമ്പോൾ UDFന്റെ പ്രകടനത്തെ എന്ന് തന്നെ പറയാം. അത് നേട്ടമാണ് എന്ന് പറയുന്നവർ 24.5%. ഒന്നിലേറെ മുഖ്യമന്ത്രി മുഖങ്ങൾ ഉള്ളത് നേട്ടമാകും UDFന് എന്ന് പറയുന്നത് 24.5%. അത് തിരിച്ചടി ഉണ്ടാക്കും എന്ന് പറയുന്നത് 36.2%. കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടി അത് ദോഷമുണ്ടാക്കും എന്നുള്ളതാണ്. സ്വാധീനിക്കില്ല എന്ന് 23.3%, അഭിപ്രായമില്ലാത്തത് 16.1% എന്നതാണ്. ഇതിൽ നേട്ടമാകും സ്വാധീനിക്കില്ല എന്നത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ കാണേണ്ടതാണ്. ഇല്ലേ കിരൺ? അത് തന്നെയാണ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ഇതിൽ കാണാൻ കഴിയുന്നത്, സ്വാധീനിക്കില്ല. ഏകദേശം ആകെ ജനസംഖ്യയിൽ 4.1% ആളുകളും ഇത് സ്വാധീനിക്കില്ല എന്ന് പറയുമ്പോൾ ആര് മുഖ്യമന്ത്രി ആവണം അക്കാര്യത്തിൽ ജനം കൺസേൺ അല്ല എന്നുള്ളത് കൂടിയാണ് അതിൽ അർത്ഥമാക്കുന്നത്. ആരോ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആര് എന്ന് നോക്കിയല്ല ഇവരാരും വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വോട്ടിനെ ഡിസൈഡ് ചെയ്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ 4/1 ജനങ്ങൾക്കെങ്കിലും അതല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നേട്ടമാകും എന്ന് പറയുന്നത് 24.5% ആളുകൾ. അത് പ്രധാനമായും അതിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരൊക്കെ കൂടുതൽ ശതമാനം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മൾട്ടിപ്പിൾ ഫേസസ് വരുന്നത്, പല ആളുകളുടെ ഒരു സാധ്യത വരുന്നത് സ്വാഭാവികമായും നേട്ടമാകും എന്ന് പറയുന്നു. പക്ഷേ ഹിന്ദു വിഭാഗത്തിലെ അപ്പർ കാസ്റ്റ് ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ OBC വിഭാഗവും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, അത് കൂടുതൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് കോട്ടമാകും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാന പ്രത്യേകത, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുന്നു എന്നതിനെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ, അതിൽ കാര്യമായ ഒരു ഫലം കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നതുകൂടിയാണ്. നല്ലൊരു ശതമാനം ആളുകൾ അക്കാര്യത്തിൽ അഭിപ്രായം പറയാത്ത ആളുകൾ, അഭിപ്രായം 16.1% പേർക്ക് അഭിപ്രായമില്ല എന്ന് പറയുന്നു. ഈ സ്വാധീനിക്കില്ല എന്ന് 23.3% പേർ പറയുന്നു. തിരിച്ചടിയാവുന്ന 36.2% ആളുകൾ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ചിലപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെ അങ്ങനെ കോൺഗ്രസിന് അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു UDFന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, അത് ദോഷമാണ്. ഇനി CPMന് അങ്ങനെ ഉണ്ടായാലും സ്വാഭാവികമായും അത് ദോഷമാണ്. ഇപ്പോൾ നേരത്തെ 2016 തെരഞ്ഞെടുപ്പിലൊക്കെ VS അച്യുതാനന്ദനാകുമോ പിണറായി വിജയൻ ആകുമോ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലൊക്കെ അന്ന് പാർട്ടി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. അത് വലിയ ദോഷമാണ് എന്നൊക്കെ വലിയ വിഭാഗത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും അവസാനം രണ്ടുപേരും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്ന് രണ്ടുപേരെയും അനുകൂലിക്കുന്ന ആളുകളുടെ വോട്ട് സമാഹരിക്കാനൊക്കെ ഒരു തരത്തിൽ അവർക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. കോൺഗ്രസിനും മുൻകാലങ്ങളിലൊക്കെ അത്തരം ഗുണകരമായ ഒരു അവസ്ഥ കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നോക്കുമ്പോൾ ഇതിൽ രമേശിനെ മുഖ്യമന്ത്രി ആയേക്കാം എന്ന് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം. പക്ഷേ 36.2% ആളുകൾ തിരിച്ചടിയാണെന്നും പറയുന്നുണ്ട്. ശ്രീ MS വേണുഗോപാൽ, എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? ഇത് കോൺഗ്രസിനും UDFനും അനുകൂലമായ ഒരു സർവേ ഫലമാണോ അതോ തിരിച്ചടി ഉണ്ടാക്കുന്നതാണോ? ഇതിൽ അനുകൂലവും പ്രതികൂലത്തിന്റെയും സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്നവരാണ്. അവര് വ്യക്തികളെക്കാൾ കൂടുതൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനായാലും BJPക്കായാലും ഒക്കെ അവർ പാർട്ടിക്ക് പ്രാമുഖ്യം കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പാർട്ടിയുടെ നേതാക്കളിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വന്നാലും അവരത് പലപ്പോഴും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് മേയറുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഞാനത് കണ്ടതാണ്. ആരെയാണോ മേയറായിട്ട് പ്രൊജക്ട് ചെയ്ത് ആ ആളിനല്ലാതെ വേറൊരാൾക്ക് കൊടുത്തപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നല്ലതാണ് എന്ന് പറഞ്ഞ് അത് പാർട്ടിക്കാർ അംഗീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇത് LDFനും UDFനും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അവര് പാർട്ടിയെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പാർട്ടിയുടെ പോളിസികൾ ഞങ്ങളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾ എന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നതിന് കണക്കാക്കിക്കൊണ്ടാണ് പലപ്പോഴും വോട്ട് ചെയ്യാറുള്ളത്. ഇപ്പോഴും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലായിട്ട് അത് ബാധിക്കില്ല. പിന്നെ അത് ഇലക്ഷൻ സമയത്ത് പരസ്പരം പാരവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ്. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തുടക്കത്തിൽ സർവേ വന്നപ്പോൾ അന്ന് കോൺഗ്രസിൽ അടിപിടി ഉണ്ടായിരുന്ന സമയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകാത്ത സമയമായിരുന്നു. അന്ന് LDFനായിരുന്നു നേരിയ മേൽക്കൈ. പിന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായതിനു ശേഷം നടന്ന രണ്ടാമത്തെ സർവേയിൽ UDFന് മേൽക്കൈ കിട്ടുകയായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ സർവേയിൽ എങ്ങനെയായിരിക്കും? അല്പസമയത്തിനകം ആ ഫലം വരും. ആ UDF ആണോ LDF ആണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ, എത്ര സീറ്റുകൾ NDAക്ക് കിട്ടും എന്നുള്ളത്. മറ്റ് ഘടകങ്ങൾ കൂടിയുണ്ട്. അതിലിപ്പോൾ SDPAയെ കുറിച്ചുള്ള ചോദ്യമാണ്. SDPI പിന്തുണയെക്കുറിച്ച് വലിയ ചർച്ച കഴിഞ്ഞ ഒരാഴ്ചയും സജീവമായിരുന്നു. അവിടെ SDPI LDFനെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. SDPI പിന്തുണ വേണ്ട എന്ന് പറയുവാൻ LDF മടി കാണിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് SDPയുടെ പിന്തുണ
അത് LDF, UDF എന്നിവയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു. ആർക്കാണ് ഇത് ഗുണം ചെയ്യുക, ആർക്കാണ് ദോഷകരമാവുക എന്നുള്ള ചോദ്യമായിരുന്നു. ബാധിക്കുന്നുണ്ടെങ്കിൽ ഏത് മുന്നണിയെ ബാധിക്കും? SDPIയുടെ പിന്തുണ LDFനെയാണോ UDFനെയാണോ കൂടുതൽ ബാധിക്കുക? ഈ ചോദ്യത്തിന് ഉത്തരം LDF എന്നുള്ളത് 40.8%. അതായത് LDFനെതിരെയുള്ള ഒരു വികാരമാണത്. LDFനെ 40.8% ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. UDFനെ 25.5%, NDA 7.6% എന്നുള്ളതാണ് കണക്ക്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. SDPI LDFന് പിന്തുണ കൊടുക്കുന്ന നേമം പോലെയുള്ള മണ്ഡലങ്ങൾ പ്രധാനമാണ്. അവിടെ അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ വരുമ്പോൾ അത് NDAയും ബാധിക്കുമെന്ന രീതിയിലുള്ള 7.6%-ന്റെ കണക്കും വളരെ പ്രസക്തമാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ LDFനെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് മറുവശത്ത് വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടാകും. അത് UDFനോ NDAക്കോ അനുകൂലമാകും എന്ന കാര്യം കൂടി അവിടെയുണ്ട്. അതിനെയാണ് LDFനെ 40.8% എന്നും UDFനെ 25.5% എന്നും കണക്ക് വരുന്നത്. കിരൺ, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? SDPIയുടെ പിന്തുണ അത് LDF തള്ളിപ്പറയാത്തത് ദോഷകരമായിരിക്കും മുന്നണിക്ക് എന്നുള്ളതാണല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണ് പ്രധാനമായും വരുന്നത്. LDF SDPI പിന്തുണയെ പൂർണ്ണമായും തള്ളിപ്പറയാത്തത് LDFനാണ് കൂടുതൽ ദോഷമായി ഉണ്ടാക്കുന്നത്. കാരണം UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അങ്ങനെ തള്ളിപ്പറഞ്ഞു. ഒരാളെങ്കിലും അങ്ങനെ ശക്തമായി തള്ളിപ്പറയാനുണ്ടായിരുന്നു. LDFൽ അങ്ങനെ തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ AK ബാലനെ പോലുള്ള നേതാക്കളൊക്കെ അവരെ നവീകരിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിൽ, മാനസാന്തരപ്പെടുത്താൻ വേണ്ടി എന്ന തരത്തിൽ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ LDFനോട് എതിർപ്പുള്ളത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന് SDPIയുമായിട്ടുള്ള ബന്ധം, ക്രിസ്ത്യൻ മുസ്ലിം തമ്മിലുള്ള ഒരു ഭിന്നതയും ഒക്കെ അതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം അതിൻ്റെ ആ ഒരു ഉയർന്ന ശതമാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെ അടുത്തിലും അത് LDFനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. 39.8% ആളുകൾ, ആകെയുള്ള 100% 39.8% ആളുകളും അപ്പർ കാസ്റ്റ് ഹിന്ദുസാണ് പറയുന്നത്. അത് LDFനെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നു. ഇതിൽ രസകരമായ സംഭവം SC/ST വിഭാഗത്തിൽ നിന്നാണ് അങ്ങനെ കാര്യമായി ബാധിക്കുമോ, LDFനെ ബാധിക്കുമോ UDFനെ ബാധിക്കുമോ എന്നുള്ള ഒരു വിഷയമില്ലാത്തത്. അതിനും മറ്റൊരു സാമൂഹിക റീസൺ കൂടിയുണ്ട്. കാരണം SC/ST വിഭാഗം, പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വിഭാഗങ്ങൾക്കിടയുമായി ചേർന്നുള്ള ചില സമരങ്ങളിലൊക്കെ യോജിച്ചു നിൽക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് SDPI. അതുകൊണ്ട് SDPI അങ്ങനെ ഒരു അകറ്റി നിർത്തേണ്ട സംഘടനയായി കാര്യമായി കാണാത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. പക്ഷേ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് വിഭാഗത്തിൽ വരുന്നവരും OBC വിഭാഗത്തിൽപ്പെടുന്നവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവരും ഒക്കെ അങ്ങനെയല്ല. അവർ അതിനെ കൂടുതൽ അകറ്റി നിർത്തേണ്ട സംഘടനയായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അത് LDFന് കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ UDFനെയും, അത് മഞ്ചേശ്വരത്തൊക്കെ SDPIയുടെ പിന്തുണ UDFനാണ്, നേമത്ത് അത് LDFനാണെങ്കിൽ അവിടെ UDFനെയും ഈ പിന്തുണ ബാധിക്കുമെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. SDPIയെ സംബന്ധിച്ച് എന്തായാലും കൂടുതൽ ആളുകളും അവരുടെ പിന്തുണ കൊണ്ട് ദോഷമാണ് ഇരു മുന്നണികൾക്കും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നടന്നത്. ശരിയാണ് കിരൺ. അവിടെ പക്ഷേ LDFനെ ആയിരിക്കും കൂടുതലും ബാധിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശ്രീ MS വേണുഗോപാൽ ഇതിൽ 44.8% ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരും പറയുന്നത് SDPIയുടെ പിന്തുണ LDF സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ്. LDFനെ ബാധിക്കും എന്നതാണ്. മറ്റൊരു കാര്യം, മധ്യ കേരളത്തിലെ ആളുകളാണ് കൂടുതലായിട്ടും ഈ രീതിയിൽ ചിന്തിക്കുന്നത്. മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ. അപ്പോൾ SDPIയുടെ പിന്തുണ സ്വീകരിക്കുവാനുള്ള, അല്ല തള്ളിപ്പറയാത്ത LDFന്റെ നിലപാട് അത് ദോഷകരമായി ബാധിക്കുമെന്നാണല്ലോ മധ്യ കേരളത്തിൽ. തീർച്ചയായിട്ടും അത് ദോഷകരമായി ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പർ കാസ്റ്റും അതുപോലെ OBCയും കാലാകാലങ്ങളിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് LDFനെയാണ്. അവരുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടെന്നുള്ളതാണ് നേരത്തെ നമ്മൾ കമ്മ്യൂണൽ പോളറൈസേഷനിൽ 49%, ഇപ്പൊ വന്നിരിക്കുന്ന SDPIയുടെ നിലപാടിലും വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അങ്ങനെ പോകരുത് എന്ന് ഈ വിഭാഗങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, SDPI ആണ് പലപ്പോഴും ഈ വർഗീയ സംഘടനകളുടെയൊക്കെ മുന്നിൽ നിന്നത് എന്നൊരു തോന്നൽ, നമ്മുടെ തോന്നൽ മാത്രമല്ല, അങ്ങനെ ഒരു നിലപാട് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവലും പലരും മുന്തിരിക്കോ കരുതിക്കോ എന്ന് പറയുന്ന ഇത് ഉൾപ്പെടെ, അല്ലെങ്കിൽ ജോസഫ് സാറിന്റെ കൈവെട്ട് കേസ് ഉൾപ്പെടെ പല കാര്യങ്ങളിലും അവരിലേക്ക് പല കാര്യങ്ങളും ചൂണ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ പലരും വർഗീയവാദികളായിട്ട് ഓരോരുത്തരെയും പറയാറുണ്ട്. ഇപ്പൊ RSSനെ പറയും, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പറയും, പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ പലരെയും അത്തരത്തിൽ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറും രാഷ്ട്രീയ ആരോപണമായിട്ട് പലപ്പോഴും ജനങ്ങൾ കരുതുമെങ്കിലും SDPIയൊക്കെ പലപ്പോഴും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ട് വരുന്നതും അതുപോലെ തന്നെ പല വിധത്തിൽ ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ, ആലപ്പുഴയിൽ നടന്ന അവലും പലരും കുന്തിരിക്കവും പ്രശ്നം, അതുപോലെ തന്നെ കൈവെട്ട് കേസ്, ഇതുപോലുള്ള കാര്യങ്ങളിൽ, പിന്നെ വളരെ നിസ്സാരമായ യൂണിഫോമിന്റെ കാര്യം, ഇങ്ങനെ പല കാര്യങ്ങളിലും
അവർ ഇടപെടുന്ന രീതി, അവർ ഉയർത്തുന്ന ചില പിന്നെ തർക്കങ്ങൾ, അതിന്റെ സൂചന എല്ലാം പലപ്പോഴും നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് ദോഷം ചെയ്യുന്നതാണെന്നുള്ള തോന്നൽ സാമാന്യ ജനത്തിനുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം എങ്ങനെയാണ് ശരി ഈ ഘടകങ്ങളെല്ലാം എങ്ങനെയാണ് സീറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്നാം ഘട്ട സർവേയിൽ അത് LDF-ന് അനുകൂലമായിരുന്നു, രണ്ടാം ഘട്ട സർവേയിൽ UDF-ന് അനുകൂലമായിരുന്നു. രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. തൂക്ക് സഭയിലേക്ക് പോലും പോകുമോ എന്നുള്ള കാര്യമാണ് രണ്ട് സർവേകളിലും, വോട്ട് വൈബ് സർവേകളിലും ഉണ്ടായിരുന്നത്. ഈ സർവേയിലും ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഏത് രീതിയിലാണ് ആദ്യം വോട്ട് വിഹിതത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ സർവേയിൽ ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നത് UDF-ന് അനുകൂലമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു. 1.8% വ്യത്യാസം LDF-നേക്കാൾ UDF-നുണ്ടായിരുന്നു. ഇത്തവണ എങ്ങനെയാണ് വോട്ട് വിഹിതം വരുന്നത്? UDF-നാണോ വോട്ട് വിഹിതം കൂടുതൽ, അതോ LDF-നാണോ? 39.7% എന്നുള്ളതാണ് UDF-ന്റെ വോട്ട് വിഹിതം ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അതേസമയം LDF-ന് 38.7%. അതായത് 1% വ്യത്യാസം. UDF-നും LDF-നും വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ രണ്ടാം ഘട്ട സർവേയേക്കാൾ മെച്ചപ്പെടൽ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞിരിക്കുകയാണ്. അത് LDF-ന്റെ നേട്ടമാണ്. കഴിഞ്ഞ സർവേയിൽ 1.8% വ്യത്യാസമായിരുന്നു LDF-ന് കുറവ് UDF-നേക്കാൾ. UDF-നായിരുന്നു കൂടുതൽ. പക്ഷേ ഇത്തവണ 39.7%, 38.7%. NDA 16.1%. കഴിഞ്ഞ സർവേയേക്കാൾ 1%, ഏകദേശം 0.8% കൂടിയിട്ടുണ്ട് NDAക്ക്. മറ്റുള്ളവർ 1.1%, തീരുമാനിക്കാത്തവർ 3.5% എന്നുള്ളതാണ്. അഭിപ്രായമില്ലാത്തവർ 0.9% എന്നുള്ളതാണ്. അതിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നു, തീരുമാനിച്ചവർ ആയിട്ട് വന്നിരിക്കുകയാണ്. തീരുമാനിക്കാത്തവർ കഴിഞ്ഞ തവണ 3.5%-ത്തേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു. അവർ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ UDF 39.7%, LDF 38.7% എന്നുള്ളതാണ്. അതായത് വോട്ട് വിഹിതത്തിൽ ഇപ്പോഴും മുന്നിൽ UDF ആണ്. 1%-ന്റെ വ്യത്യാസം UDF-ന് അനുകൂലം. പക്ഷേ കഴിഞ്ഞ സർവേയേക്കാൾ വോട്ട് വിഹിതത്തിലുള്ള വ്യത്യാസം കുറഞ്ഞിരിക്കുകയാണ്. കിരൺ, അപ്പോൾ അത് LDF-ന് ചെറിയ നേട്ടമായി വന്നിരിക്കുകയാണല്ലോ. അതെ, അങ്ങനെ തന്നെയാണ് LDF-നെ സംബന്ധിച്ച് നേട്ടമായി വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കാണേണ്ട ഒരു കാര്യം, 1% വ്യത്യാസം മാത്രമാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. 1% വ്യത്യാസം നിലനിർത്താനായാൽ സ്വാഭാവികമായും കേരളത്തിൽ ഭരണം അനായാസം പിടിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴും അതിൽ പ്രധാനപ്പെട്ട അഭിപ്രായമില്ല എന്ന് പറയുന്ന 0.9% ആളുകളും തീരുമാനമെടുക്കാത്ത 3.5%. ഈ 3.5%-ൽ 2% ആളുകൾ ഒരു ഭാഗത്ത് തീരുമാനമെടുത്താൽ LDF-നായാലും UDF-നായാലും സ്വാഭാവികമായും അവരുടെ വിജയം ഉറപ്പിക്കാൻ കഴിയും. LDF-ന്റെ ഭാഗത്തേക്ക് ഈ 38.7%-ൽ നിന്ന് അവർക്ക് ഇവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നത് 2-2.5% ലഭിക്കുന്നതെങ്കിൽ LDF-ന്റെ വിജയമായി അത് മാറും. അതുകൊണ്ട് തന്നെ ഈ 1%-ന് ഇപ്പോൾ 1%-ന് UDF മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കാത്തവർ, അഭിപ്രായം പറയാത്തവർ ഇപ്പോഴും 3.5% ഉണ്ട്. 1% ഈ 1% കൂടി നമുക്ക് കൂട്ടേണ്ടി വരും. അത് 4.5%-ഓളം ആളുകൾ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം എടുക്കാത്ത ആളുകളിൽ നിന്ന് എത്ര ശതമാനം പേർ, അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ ഏത് മുന്നണിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് പകുതി 40% അതിൽ കിട്ടിക്കഴിഞ്ഞാൽ UDF-ന് ഭരണം നിലനിർത്താം. LDF-നെ സംബന്ധിച്ചാണെങ്കിൽ അതിലൊരു 60% ആളുകളുടെ പിന്തുണ അവരുടെ വോട്ടിനെ ബാധിക്കുക സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾ, അവരെ ചിലരുടെ വോട്ടൊക്കെ ഏറ്റവും അവസാനം പാർട്ടികളൊക്കെ ചെയ്യുന്നത് ഈ ബന്ധുബലം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വോട്ട് സ്വാധീനിക്കുക. ചിലർ പറഞ്ഞാൽ ചിലർ വോട്ട് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പഞ്ചായത്തിലും അത്ര ഒരു ചെറിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനൊക്കെ അവസാന നിമിഷം അവർക്ക് ഒഴിയാൻ കഴിയാത്ത ആളുകളെ കൊണ്ട് പറയിക്കുക, അല്ലെങ്കിൽ ചിലയിടത്ത് ഈ പുറമേക്ക് പറഞ്ഞില്ലെങ്കിലും അകത്ത് പോയി സ്ഥാനാർത്ഥിയുടെ ജാതി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജാതി, മതം, ഇത്തരം കാര്യങ്ങൾ പറയുക. മതപരമായി വിദ്വേഷമുള്ള ആളുകളാണെങ്കിൽ എതിരാളി മതത്തിനെതിരെ പറയുക. അതൊക്കെ താഴെത്തട്ടിൽ രഹസ്യമായി എല്ലാ പാർട്ടികളും ഏറിയും കുറഞ്ഞും ഒക്കെ ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമുക്ക് UDF-നെ പ്രധാനമായും പിന്തുണയ്ക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ 25-നും 34 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് UDF-ന് കൂടുതൽ പിന്തുണ നൽകുന്നത്. LDF-ന് കൂടുതൽ പിന്തുണ നൽകുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമീണ വോട്ടർമാരും, ഗ്രാമീണ മേഖലയിലുള്ള വോട്ടർമാരാണ് കൂടുതൽ പിന്തുണ നൽകുന്നത്. 45 മുതൽ 54 വയസ്സ് വരെ പ്രായമുള്ളവർ
അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. LDFിൻ്റെയും UDFിൻ്റെയും ഭരണം തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് ഭരണവും ഒരേപോലെ അവരുടെ പ്രായപൂർത്തിയായ ശേഷം അനുഭവിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് LDFിനാണ്. പക്ഷേ 35 വയസ്സിൽ താഴെ നിൽക്കുന്നവർ, 35 വയസ്സിൽ താഴെ നിൽക്കുന്നവർ സ്വാഭാവികമായും അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ മാത്രമാണ് UDF ഭരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുള്ളത്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് എന്തായാലും ചെറുപ്പക്കാർ കൂടുതൽ പേർ UDFിനെ പിന്തുണയ്ക്കുമ്പോൾ അത് കഴിഞ്ഞ് നിൽക്കുന്ന പ്രായത്തിൽ മധ്യവയസ്സെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ പ്രായത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഇവിടെ LDFിനാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിനിടയിൽ മാത്രമാണ് BJPക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിനിടയിൽ BJPക്ക് മേൽക്കൈ ഉണ്ടെങ്കിൽ അത് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗത്തിന് ഇടയിൽ മാത്രമാണ്. വലിയ രീതിയിലേക്ക് OBC വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴും ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം OBC വിഭാഗത്തിനിടയിലും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിനിടയിൽ അത് ഇല്ല എന്നല്ല. അവരുടെയൊക്കെ പിന്തുണ ഏകദേശം ഒരു 5-1 ആളുകളുടെയൊക്കെ പിന്തുണ വരുന്നുണ്ട്. പക്ഷേ പ്രധാന വോട്ട് ബേസായി ഇപ്പോഴും നിൽക്കുന്നത് അപ്പർ കാസ്റ്റ് ഹിന്ദു വിഭാഗം തന്നെയാണ് BJPയുടെ പ്രധാനപ്പെട്ട വോട്ട് ബേസ്. പക്ഷേ UDFിന്റെ കാര്യത്തിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഇവരുടെ പിന്തുണ കൂടുതലും UDFിന് കിട്ടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞ 2 സർവേകളിലും അങ്ങനെ തന്നെയായിരുന്നു, ഈ സർവേയിലും അങ്ങനെ തന്നെയാണ്. ആ ഡേറ്റ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇത്തവണ വോട്ട് വിഹിതം ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് UDFിന് 39.7%. ഒരാഴ്ച മുമ്പ് അവസാനിച്ച 2ാം ഘട്ട സർവേയിലും ഇതേ ശതമാനം തന്നെയായിരുന്നു UDFിന്. പക്ഷേ LDFിന് 38.7%. കഴിഞ്ഞ സർവേയിൽ അത് 37.9%. അതായത് 0.8% വർധനവ് LDFിന്റെ ടാലിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വ്യത്യാസം കുറഞ്ഞത് 1% കുറഞ്ഞു. അതേസമയം NDAയുടേത് കഴിഞ്ഞ സർവേയിൽ 15.3%, ഇത്തവണ അത് 16.1% കൂടിയിട്ടുമുണ്ട്. ഇതാണ് പക്ഷേ തീരുമാനിക്കാത്തവരും അഭിപ്രായമില്ലാത്തവരും എന്നുള്ള കണക്കിൽ 4.4% വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നിർണായകമായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതെങ്ങനെയാണ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഓരോ മുന്നണിക്കും എത്ര സീറ്റ് വരെ കിട്ടാം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 2 സർവേകളിലെ പോലെ തന്നെയാണോ ഇത്തവണയും? ആദ്യ സർവേയിൽ LDFിന് നേരിയൊരു മേൽക്കൈയായിരുന്നു, 2ാം ഘട്ട സർവേയിലാകട്ടെ UDFിന് നേരിയൊരു മേൽക്കൈ എന്നുള്ളതായിരുന്നു. രണ്ടിടത്തും കൃത്യമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു മുന്നണി തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലും UDFിന് കഴിഞ്ഞ സർവേയിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം നടന്ന ഡേറ്റ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് ഏറ്റവും പുതിയ വിവരം? UDF ആണോ LDF ആണോ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്? ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ സംഭവിക്കാൻ പോകുന്നത്? ആ ഡേറ്റ ഒന്ന് നോക്കാം. വോട്ട് വൈബ് സർവേ അനുസരിച്ച് UDF 64 മുതൽ 74 സീറ്റുകൾ വരെ, അതായത് UDFിന് അനുകൂലം, LDF 63 മുതൽ 73 സീറ്റുകൾ വരെ എന്നതാണ്. അതായത് ഏറ്റവും കുറവ് പോയാലും UDFിന് 64 സീറ്റുകൾ വരെ, പരമാവധി കിട്ടാവുന്നത് 74 സീറ്റുകൾ. LDFിന് പരമാവധി കിട്ടാവുന്നത് 73 സീറ്റുകൾ, കുറഞ്ഞത് 63 സീറ്റുകൾ എന്നതാണ്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തൂക്ക് സഭയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള കാര്യം. അതേസമയം NDA അതിനിർണായകമായി മാറുക 1 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാം എന്നുള്ളതാണ്. ആദ്യ സർവേയിൽ അത് 1 മുതൽ 3 വരെ സീറ്റുകളായിരുന്നു, 2ാം സർവേയിൽ 1 മുതൽ 5, ഇപ്പോഴത്തെ സർവേയിലും 1 മുതൽ 5 സീറ്റുകൾ വരെ ആണ് എന്നതാണ് NDAയുടെ ടാലിയിൽ. UDFിനാണ് നേരിയൊരു മേൽക്കൈ, 64 മുതൽ 74 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളത്. അതായത് ഏകദേശം 20 സീറ്റുകളിലെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 63 മുതൽ 73 സീറ്റുകൾ വരെ LDFിന്, NDAക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ. ഇത് ഏത് രീതിയിലാണ് ഓരോ മേഖലയിലും പ്രതിഫലിക്കാൻ പോകുന്നത്? വടക്കൻ കേരളത്തിൽ എത്ര സീറ്റുകൾ UDFിന്, എത്ര സീറ്റുകൾ LDFിന്? മധ്യ കേരളത്തിൽ എത്ര, തെക്കൻ കേരളത്തിൽ എത്ര? ഈ കണക്കുകളും വരികയാണ്. അത് ആദ്യഘട്ട സർവേകളിലും 2ാം ഘട്ട സർവേയിലും നോക്കുമ്പോൾ അവിടെ വടക്കൻ കേരളത്തിൽ UDFിനൊരു മേൽക്കൈ ഉണ്ടായിരുന്നു, മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവും തെക്കൻ കേരളത്തിൽ LDFിനുമായിരുന്നു. അത് ഇത്തവണ 3ാം ഘട്ട സർവേയിൽ, അവസാന ഘട്ട സർവേയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്? വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് കണക്ക്? ആ ടാലി കൂടി ഒന്ന് നോക്കാം. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ, അതായത് കാസർഗോഡ് വരെ മുതൽ മലപ്പുറം വരെയുള്ള കണക്കനുസരിച്ച് 16 മുതൽ 20 സീറ്റുകൾ വരെ LDFിന് എന്നുള്ളതായിരുന്നു. അതേസമയം UDFിന് 28 മുതൽ 32 സീറ്റുകൾ, NDAക്ക് 0. ഇതാണ് വടക്കൻ കേരളത്തിലെ കണക്ക്. അതേസമയം മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ പാലക്കാട് മുതൽ കോട്ടയം വരെയുള്ള 5 ജില്ലകളിൽ, മധ്യ കേരളത്തിൽ 25 മുതൽ 29 സീറ്റുകൾ വരെ LDFിന്, അതേസമയം UDFിന് 23 മുതൽ 27 സീറ്റുകൾ വരെ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം. 0 മുതൽ 2 സീറ്റുകൾ വരെ NDAക്ക്. തെക്കൻ കേരളത്തിലെ 39, 4 ജില്ലകളിൽ ആലപ്പുഴ, പത്തനംതിട്ട,
കൊല്ലം, തിരുവനന്തപുരം 39 സീറ്റുകളിൽ 22 മുതൽ 24 സീറ്റുകൾ വരെ LDF-ന്, UDF-ന് 13 മുതൽ 15 സീറ്റുകൾ വരെ, NDA-ക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ. ഈ കണക്കനുസരിച്ചാണ് നേരിയൊരു മേൽക്കൈ കിട്ടാൻ പോകുന്നത് UDF-ന്. അത് വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആ നേട്ടം ആണ് അവിടെ പ്രകടമാകുന്നത്. UDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു വടക്കൻ കേരളം എന്നുള്ളതാണ്. മറ്റ് പാരാമീറ്ററുകൾ, മറ്റ് ഘടകങ്ങൾ കൂടി നോക്കിയാൽ അത് പ്രകടമാവുകയും ചെയ്യും. മറ്റ് കണക്കുകൾ, ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ SDP-യുടെ പിന്തുണ ആരെ സഹായിക്കും എന്നുള്ള കാര്യവും, ആർക്കനുകൂലമായി ജനമനസ്സ് ചിന്തിക്കും എന്നുള്ള കാര്യവും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ കാര്യവും ഒക്കെ എടുത്തു നോക്കുമ്പോൾ, അത് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ UDF-ന് അനുകൂലമായിട്ട് ജനമനസ്സ്, തെക്കൻ കേരളത്തിൽ LDF-ന് അനുകൂലം, മധ്യ കേരളത്തിൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ്. കിരൺ, സർവേകളിൽ വലിയ മാറ്റമില്ലല്ലോ. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കണ്ടതുപോലെ ഏകദേശം അത് തന്നെ മൂന്നാം ഘട്ടത്തിലും, അല്ലേ? അങ്ങനെ തന്നെ പറയാം. രണ്ട് മുന്നണിക്കും ഒരുപോലെ വിജയസാധ്യതയുണ്ട്. പക്ഷേ എഡ്ജ് കൂടുതൽ ഈ മൂന്നാം ഘട്ട സർവേയിലുള്ളത് UDF-ന് തന്നെയാണ്. നമുക്ക് എവിടെ നിന്നാണ് UDF-ന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത്, എവിടെയാണ് LDF-ന് സീറ്റ് കിട്ടുന്നത് നോക്കാം. വടക്കൻ കേരളമാണ് UDF-നെ സംബന്ധിച്ച്. വടക്കൻ കേരളത്തിൽ ലഭിക്കുന്ന സീറ്റുകളാണ്. വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളെയാണ് പാലക്കാട് അടക്കമുള്ള ജില്ലകൾ മധ്യ കേരളത്തിലാണ് കണക്കൂട്ടിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 5 ജില്ലകളെ കണക്കാക്കുമ്പോൾ അവിടെ ആണ് ഏറ്റവും കൂടുതൽ UDF-ന് മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്. UDF-ന്റെ കഴിഞ്ഞ തവണത്തെ കണക്ക് 28-20 ആയിരുന്നു ഈ വടക്കൻ കേരളത്തിലുണ്ടായിരുന്നത്. 28 സീറ്റുകൾ LDF-ന് ലഭിച്ചപ്പോൾ 20 സീറ്റുകളാണ്. പക്ഷേ 28 സീറ്റിൽ നിന്ന് ഈ പരമാവധി പോയാൽ LDF-ന് 20 സീറ്റ്, ഏറ്റവും കുറഞ്ഞത് 8 സീറ്റുകളെങ്കിലും ഈ 5 ജില്ലകളിൽ നിന്ന് LDF-ന് നഷ്ടമോ, ഏറ്റവും കുറഞ്ഞതാണ്. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ 12 സീറ്റുകൾ വരെ നഷ്ടമാകാം. ഈ പറയുന്ന കാസർഗോഡ്, കണ്ണൂർ, കാസർഗോഡ് 3-2 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ കണക്ക്. കണ്ണൂരിൽ അത് 9-2 ആയിരുന്നു. കാസർഗോഡ് കണക്കിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ഇത്തവണയും വഴിയില്ല. മറ്റൊന്ന് കണ്ണൂരിലെ കണക്കാണ്, അത് 9-2 ആയിരുന്നു. അവിടെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് വയനാട് 1-2 എന്നുള്ള കണക്കാണ്. മറ്റൊന്ന് കോഴിക്കോട് 11, അവിടെയും കണക്കിൽ UDF-ന് അനുകൂലമായൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് മലപ്പുറത്ത് 4-12 എന്നുള്ളതാണ്. മലപ്പുറത്തും അങ്ങനെ കാര്യമായ വലിയൊരു വ്യത്യാസം, ഒരു സീറ്റിൻ്റെയൊക്കെ വ്യത്യാസത്തിനപ്പുറത്തേക്ക് വ്യത്യാസം ഉണ്ടാകാൻ കഴിയില്ല. അപ്പോൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ആണ് ഈ വോട്ട് ഷെയറിൽ സീറ്റുകൾ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിപ്പോൾ 3-4 സീറ്റ് വീതം കണ്ണൂരായാലും കോഴിക്കോടായാലും വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 28 എന്നുള്ളിടത്ത് നിന്ന് അത് 20-ലേക്കാണ് പരമാവധി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 28 സീറ്റ് കിട്ടിയത് LDF-നായിരുന്നു. ആ 28 സീറ്റ് UDF-ന് എത്ര കുറഞ്ഞാലും എങ്ങനെ വന്നാലും UDF-നെ സംബന്ധിച്ച് 20-28 ആകുമ്പോൾ 8 സീറ്റിൻ്റെ ലാഭം മുതൽ 12 സീറ്റ് ലാഭം വരെ വടക്കൻ കേരളത്തിൽ നിന്ന് മാത്രം ലഭിക്കാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്, NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ് മഞ്ചേശ്വരം സീറ്റ്. മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലത്ത് NDA വിജയിക്കാൻ സാധ്യതയില്ല, കെ സുരേന്ദ്രന് വിജയ സാധ്യതയില്ല എന്നുകൂടിയാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അവിടെ 0 സീറ്റുകളാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് മധ്യ കേരളത്തിലേക്ക് വരാം. മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ഈ കഴിഞ്ഞ അവിടുത്തെ ചിത്രം LDF-ന് വലിയ മേൽക്കൈ ഉണ്ടായതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് M വിഭാഗം UDF വിട്ട് LDF-ലേക്ക് വരുന്നു. സ്വാഭാവികമായും കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പാർട്ടി, ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി വന്നതുകൊണ്ട് 36-15 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ അവിടുത്തെ കണക്ക്. ആ 36 സീറ്റ് LDF-ന് ലഭിച്ചെങ്കിൽ അത് എത്രയായാലും 36-ൽ നിന്ന് കുറഞ്ഞത് 7 സീറ്റെങ്കിലും LDF-ന് കുറയുമെന്നാണ് പറയുന്നത് മധ്യ കേരളത്തിൽ. അത് ഈ 36-29 ആവും. അത് 7 സീറ്റ് മാത്രമല്ല, ചിലപ്പോൾ 25 വരെ അത് താഴാൻ സാധ്യതയുണ്ട്. UDF-നെ സംബന്ധിച്ച് അവിടെ ഒരു നേട്ടമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കിയാൽ ഇവിടെ മധ്യ കേരളത്തിലും LDF-ന് തന്നെയാണ് നേരിയ എഡ്ജുള്ളത്. 25-29 UDF-ന് 23-27. UDF-ന് ഇപ്പോഴും പഴയ മട്ടിൽ, പണ്ടൊക്കെ UDF അധികാരത്തിലേറുമ്പോൾ UDF-ന് മധ്യ കേരളം UDF-ന്റെ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു. കാരണം പ്രധാനപ്പെട്ട ഒരു കേരള കോൺഗ്രസ് UDF-നൊപ്പമാണ് നിൽക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ളൊരു മേഖല, എറണാകുളം പോലെയുള്ളൊരു സ്ഥലം, അവിടെയൊക്കെ ഉണ്ടായ സ്വാധീനം ഒരു പരിധി വരെ തിരിച്ചു പിടിക്കാമെന്നതിനപ്പുറത്തേക്ക് UDF-ന് അവിടെ ഒരു വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇപ്പോഴും കാണാൻ കഴിയില്ല. ഈ സർവേ ഫലം അനുസരിച്ച് കാണാൻ കഴിയില്ല. അവിടെ 2 സീറ്റുകളിലാണ് BJP-ക്ക് അവർ സാധ്യത കൽപ്പിക്കുന്നത്. അവിടെ സാധ്യതയുള്ള 2 സീറ്റുകൾ പാലക്കാടും തൃശ്ശൂരുമാണ്. അത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. പക്ഷേ ആ 2 സീറ്റുകളല്ലാതെ മറ്റ് സീറ്റുകളൊന്നും ആ തരത്തിലേക്ക്, ആ ജില്ലകളിൽ നിന്നുള്ള സീറ്റ് എടുത്താണ് NDA-ക്ക് ഒരു പ്രാധാന്യം 0 മുതൽ 2 വരെ വരുന്നത്. മറ്റൊന്ന് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകൾ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. കഴിഞ്ഞ തവണ
35-4 എന്നുള്ളതായിരുന്നു. ഏറ്റവും വലിയ രീതിയിൽ UDF തകർന്നു വീണത് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ 4 ജില്ലകളിലായിരുന്നു. പത്തനംതിട്ടയെ പോലെ UDFന്റെ ഒരു കാലത്ത് കോട്ടയായിരുന്ന ജില്ലയിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ നേടാൻ UDFനായില്ല. കഴിഞ്ഞ തവണ അവിടെ 5-0 ആലപ്പുഴയിൽ 1 സീറ്റ് മാത്രമാണ്, കൊല്ലത്ത് 2 സീറ്റ് മാത്രമാണ്, തിരുവനന്തപുരത്തും 1 സീറ്റാണ്. അവിടെ UDFന് ഒരു പരിധിവരെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. 13 മുതൽ 15 വരെ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഈ കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ സീറ്റുകളിൽ, പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ സീറ്റുകൾ 2-3 സീറ്റ്. പക്ഷേ അപ്പോഴും അവിടെ ആധിപത്യം ശക്തമായി തന്നെ ഉള്ളത് LDFന് തന്നെയാണ്. 22 മുതൽ 24, 39 നിന്ന് കുറഞ്ഞാലും 22-24 സീറ്റിലേക്ക് ഏകദേശം ഈ ജില്ലകളിൽ UDFന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി സീറ്റുകൾ LDFന് ലഭിക്കുമെന്ന് പറയുന്നു. അവിടെ 1 മുതൽ 3 സീറ്റ് വരെയാണ് കാണുന്നത് NDAക്ക് കാണുന്നത്. NDAക്ക് അങ്ങനെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കഴക്കൂട്ടമോ നേമോ അല്ലെങ്കിൽ ചാത്തന്നൂരോ ഒക്കെയുള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏത് മണ്ഡലമാണെന്ന് കൃത്യമായി പറയാൻ കഴിയും. ഈ മണ്ഡലങ്ങളിലാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് അവിടെ തെക്കൻ കേരളത്തിൽ LDFന് മേൽക്കൈയുണ്ട്, പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെയില്ല. മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കഴിഞ്ഞ തവണത്തെ പൂർണ്ണ മേൽക്കൈ LDFനില്ല. വടക്കൻ കേരളത്തിൽ സ്ഥിതി മെച്ചപ്പെടുത്തുകയും മേൽക്കൈ നേടുകയും ചെയ്യും UDF എന്നുള്ളതാണ്. അങ്ങനെയാണ് 70-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് UDF വരുന്നത്. 99 സീറ്റുകളിൽ നിന്ന് 70-ൽ താഴേക്ക് LDF പതിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ TG സജിത്ത് കൂടി ചേരുകയാണ്. സജിത്ത്, സംസ്ഥാനം മുഴുവൻ യാത്ര ചെയ്തതാണല്ലോ. ഏകദേശം ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഈ സർവേ ഫലം. കഴിഞ്ഞ സർവേ ഫലം സജിത്ത് വിലയിരുത്തിയതാണ്. ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്നു ഈ സർവേയുടെ ഫലവും, അല്ലേ? മഞ്ജുഷ, തീർച്ചയായിട്ടും കഴിഞ്ഞ സർവേയുമായി ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്ന സർവേ ഫലം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ വടക്കൻ കേരളം ശ്രദ്ധേയം തന്നെയാണ്. കാരണം വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയം അത് LDFും UDFും ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇടതുമുന്നണിക്ക് അവരുടെ പരമ്പരാഗത മേഖലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കോഴിക്കോട് ജില്ലയാണ്. വലിയ ജില്ലയാണ്, കൂടുതൽ സീറ്റുകളുള്ള ജില്ലയാണ്. അവിടെ വലിയ നഷ്ടം ഉണ്ടാകുമെന്നത് CPM തന്നെ വിലയിരുത്തി കഴിഞ്ഞതാണ്. അത് നമ്മുടെ സർവേയിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. ഇതിനിടയിൽ മധ്യ കേരളത്തിൽ നമ്മുടെ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഈ വോട്ട് വൈബിന്റെ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, മധ്യ കേരളത്തിൽ കാര്യമായ നഷ്ടം ഇടതുമുന്നണിക്ക് ഉണ്ടാവില്ല എന്ന സൂചനയുണ്ട്. പക്ഷേ അത് UDF കേന്ദ്രങ്ങൾ അത്ര കണ്ട് ഏറ്റെടുക്കുമോ എന്ന കാര്യം സംശയമുണ്ട്. കാരണം UDFന്റെ കണക്കെടുപ്പിൽ മധ്യകേരളത്തിൽ നഷ്ടമുണ്ടാവില്ല എന്ന് തന്നെയാണ്. കാരണം മധ്യകേരളത്തിൽ വലിയ നേട്ടമുണ്ടാവും, തദ്ദേശ ഫലം തന്നെ ആവർത്തിക്കും എന്നതാണ് UDFന്റെ കണക്കെടുപ്പ്. അതേസമയം തെക്കൻ കേരളം കറക്റ്റാണ്. തെക്കൻ കേരളത്തിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ മേധാവിത്വം തന്നെ എന്ന കണക്കെടുപ്പിലേക്ക് തന്നെയാണ് UDFും എത്തിയിരിക്കുന്നത്. ഇടതുപക്ഷവും അതിനോട് യോജിക്കുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, 1 മുതൽ 5 വരെ സീറ്റുകൾ വരെ NDA നേടിയേക്കാമെന്ന് പറയുന്നു. പക്ഷേ അതിൽ ഒരു സീറ്റ് പോലും വടക്കൻ കേരളത്തില്ല. അതിനർത്ഥം മഞ്ചേശ്വരത്ത് വിജയിക്കുമെന്ന് ഈ സർവേ പറയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതേസമയം മധ്യ കേരളത്തിൽ സാധ്യത പറയുന്നുണ്ട്. അതൊരു പക്ഷേ തൃശ്ശൂർ പോലെയുള്ള സീറ്റുകളാവാം, അതല്ലെങ്കിൽ കോട്ടയത്തെ ഈ വലിയ മുന്നേറ്റം അവകാശപ്പെടുന്ന പാലാ പോലെയുള്ള സീറ്റുകളെ കൂടിയാണോ അതിൽ ഉൾപ്പെടുത്തുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ നേമമോ ഈ സീറ്റുകൾ ഏതെങ്കിലും കൂടിയാവാം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാ എന്ന കാര്യം വീണ്ടും 3ാം ട്രാക്കറിൽ ഉറപ്പിക്കുന്നു എന്നത് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. VD സതീശനൊക്കെ അവകാശപ്പെടുന്നത് പോലെ ഈ സർവേകൾ എല്ലാവരെയും തൃപ്തിപ്പെടുന്ന രീതിയിൽ പുറത്തുവിടുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ പുറത്തുവിടുന്ന എല്ലാ സർവേകൾക്കും നെഞ്ചിടിപ്പിന്റെ സ്വഭാവമുണ്ട്. ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 8നോട് പ്രതികരിച്ചതുപോലെ സംസ്ഥാനത്തെ മുന്നണി സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. തൂക്ക് സഭ എന്ന സാഹചര്യം ഉണ്ടാവും. അവിടെ BJP വലിയ ക്രൂഷ്യൽ ഫാക്ടറാവും. ഇതായിരുന്നു BJPയുടെ അവകാശവാദം. ഒരുപക്ഷെ ആ വാദത്തോട് അല്പം കൂടി ചേർന്ന് നിൽക്കുന്നതല്ലേ ഈ സർവേ ഫലം എന്ന സംശയം. ആ വാദത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സർവേ ഫലം. അത് മാത്രമല്ല, ഒരാഴ്ച മുൻപുള്ള സർവേ ഫലവും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ഈ 3 സർവേകളെയും ക്രോഡീകരിച്ച് ഇങ്ങനെ പറയാം. 1ാം ഘട്ട സർവേ അത് 21-ാം തീയതി പൂർത്തിയായതാണ്, മാർച്ച് 21-ന്. 2ാം ഘട്ട സർവേ 28-ന് പൂർത്തിയായതാണ്. 3ാം ഘട്ട സർവേ ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയായതാണ്. ഈ സർവേകൾ നോക്കുമ്പോൾ LDF ആദ്യഘട്ട സർവേയിൽ 68-74 എന്നുള്ളതായിരുന്നു, നേരിയ മേൽക്കൈ ഉണ്ടായിരുന്നു. UDF 64-71 എന്നുള്ളതായിരുന്നു. അന്ന് UDFന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരുന്നില്ല, കോൺഗ്രസിന്റേത് പ്രത്യേകിച്ച്. NDAക്ക് അന്ന് 1 മുതൽ 3 സീറ്റുകൾ വരെ എന്നുള്ളതായിരുന്നു. 2ാം ഘട്ട സർവേയിൽ, വോട്ട് വൈബിന്റെ 2ാം ഘട്ട സർവേയിൽ LDFന് 64-70 എന്നുള്ളതായിരുന്നു. അവിടെ 73 സീറ്റുകൾ വരെ UDFന് കിട്ടാം എന്നുള്ളതായിരുന്നു 2ാം ഘട്ട സർവേയിലെ UDF ടാലി. 67-73. NDAക്ക് വർധനവുണ്ടായിരുന്നു 1 മുതൽ 5 സീറ്റുകൾ വരെ. 3ാം ഘട്ട, ഇന്നത്തെ
ഈ സർവേ ഫലം അനുസരിച്ച് 63 മുതൽ 73 സീറ്റുകൾ വരെ LDFന്, UDFന് 64 മുതൽ 74 സീറ്റുകൾ വരെ എന്ന്. നേരിയൊരു മേൽക്കൈ UDFന് എന്നുള്ളതാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ്. NDA കഴിഞ്ഞ തവണത്തെ പോലെ, കഴിഞ്ഞ സർവേയിലെ പോലെ 1 മുതൽ 5 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ്. ശ്രീ MS വേണുഗോപാൽ എങ്ങനെ കാണുന്നു ഈ സർവേ ഫലത്തെ? ഈ സർവേ ഫലം ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതിന് പ്രധാനപ്പെട്ട കാരണം UDFന് വടക്കൻ ജില്ലകളിൽ കിട്ടുന്ന ആധിപത്യമാണ്. അത് ലീഗിന്റെ സീറ്റുകളാണ്. ലീഗിന്റെ സീറ്റ് ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ഏതാണ്ട് 10-18 സീറ്റുകൾ കിട്ടുകയാണ്. അത് കഴിഞ്ഞും അതിന് പുറത്തും അവർക്ക് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കളമശ്ശേരി, ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങൾ വരെ അവർക്ക് സാധ്യതയുണ്ട്. മണ്ണാർക്കാട്ടിൽ അവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊടുവള്ളി, തിരുവമ്പാടി, കുന്നമംഗലം എന്നീ സീറ്റുകളും, കോഴിക്കോട് സൗത്ത് ഒരുപക്ഷെ. ഇങ്ങനെ നോക്കുമ്പോൾ പേരാമ്പ്രയിൽ പോലും വലിയ ഫൈറ്റാണ് നടക്കുന്നത്. ഫാത്തിമ തൈലിയ നടത്തുന്ന ആ ഫൈറ്റ് പേരാമ്പ്രയിലും ഒക്കെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ 21 സീറ്റ് UDFന്, 21-22 സീറ്റ് UDFന് ലീഗ് വഴി തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നോർത്തിൽ ഇത്ര ഇത് വന്നത്. എന്നാൽ സെൻട്രൽ വരുമ്പോൾ പിക്ചർ മാറുകയാണ്. സെൻട്രൽ വരുമ്പോൾ സെൻട്രലിലും സൗത്തിലും കേരളത്തിൽ ഒരു 50ഓളം സീറ്റുകളിൽ BJP വളരെ നിർണായകമായി ഇത്തവണ വോട്ട് നേടാൻ പോവുകയാണ്. അതൊരുപക്ഷെ രണ്ടാമത് വരുന്നത് എത്ര സീറ്റിലാണ്? ഒരു 30 സീറ്റിലെങ്കിലും രണ്ടാമത് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആരിൽ നിന്നാണ് BJP പിടിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കോൺഗ്രസിൽ നിന്നാകാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കാം സെൻട്രൽ കേരളത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാതെ പോയിട്ടുള്ളത്. അതുതന്നെയാണ് സൗത്തിലും വന്നിട്ടുള്ളത്. സൗത്തിൽ ഈ നിങ്ങളീ പറഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്ന ഈ 13-15 തന്നെ ലഭിക്കുമോ എന്ന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടുത്തെ പല സ്ഥലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ എത്ര എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് കോൺഗ്രസിൽ നിന്നാണോ അതോ LDFിൽ നിന്നാണോ UDFിൽ നിന്നാണോ കൂടുതൽ വരുന്നത് എന്നത് കൂടെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ സാധ്യത കൂടുതൽ UDFിൽ നിന്ന് BJPയിലേക്ക് പോകാനാണ് എന്ന് കാണുന്നുണ്ട്. ശരി, ശ്രീ MS വേണുഗോപാൽ, എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഒറ്റ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ സർവേയിലെ ഏകദേശ അതേ കണക്ക് തന്നെ ഈ സർവേയിലും വന്നിരിക്കുകയാണ്. നേരിയ ഒരു മുൻതൂക്കം മാത്രം UDFന് എന്നുള്ളതാണ്. അതേസമയം LDFിനും വേണമെങ്കിൽ ഭരണ തുടർച്ചയിലേക്ക് വരാം. ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ രീതിയിലാണ്. പക്ഷേ ഇനിയും ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്ത 4%-ലേറെ ജനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് എന്നുകൂടി കാണേണ്ടതാണ്. വോട്ട് വൈബ് സർവേ ഫലം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.